ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു പാസ്റ്റ റെസിപ്പിയാണ് കേട്ടോ. നമുക്കറിയാം ഈ ഒരു പാസ്റ്റ നമുക്ക് വൈറ്റ് സോസിലും അതേപോലെ തന്നെ റെഡ് സോസിലും ഒക്കെ ഉണ്ടാക്കാം. പക്ഷേങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ളത് വൈറ്റ് സോസിൽ ഉണ്ടാക്കുന്ന പാസ്റ്റയാണ്. അപ്പം ഇത് നമ്മളൊരു നോർമൽ മീൽ ടൈമിൽ കൊടുക്കുന്നതല്ലാതെ അവർക്കിപ്പം ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ പാസ്റ്റ ഇട്ട് കൊടുത്തിട്ടുള്ളത് 2 കപ്പാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഒരു 4 കപ്പാണ് എടുക്കുന്നതെങ്കിൽ ബാക്കി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ആ ഒരു മെഷർമെൻറ്റ് അതിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തണേ. അപ്പോൾ ഇവിടെ ഈ ഒരു പാസ്റ്റ നമ്മൾ വാങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് വീറ്റ് പാസ്റ്റ വാങ്ങിക്കാനായിട്ട് പറ്റും. അങ്ങനെയാകുമ്പം അത് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിക്കാം. ഓയിൽ ഇവിടെ നമ്മളൊരു 1 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മളിത് തിളച്ച് വരുമ്പോഴത്തേക്കിനും ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ അതിനെ തിളപ്പിച്ച് ഇങ്ങനെ പൊട്ടുന്ന ഒരു പരുവത്തിലോട്ടൊന്നും എത്തേണ്ട ആവശ്യമില്ല. ഒരു 8 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു പീസ് ഒന്ന് എടുത്ത് നോക്കുക. ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും അത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പം ഞാനിത് വെന്തിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നൈഫോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കട്ടായി 2 പീസായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത് വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും ഇട്ട് ഒരുപാട് നേരം തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു 8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ പാസ്റ്റ അതിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ ഡ്രെയിൻ ചെയ്ത് ആ വെള്ളം മാറ്റി അവിടെ അങ്ങ് വെച്ചേക്കുക. ഇനി അതിനുശേഷം നമ്മൾ ആ പാൻ തന്നെ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺസ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒഴിക്കുന്നത് വേറെ ഇങ്ങനെ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിലാണ് കേട്ടോ. അതായത് വെളിച്ചെണ്ണയോ അങ്ങനത്തെ ഒന്നും ഒഴിക്കത്തില്ല. ഈ പാസ്റ്റ എന്നൊക്കെ പറയുന്നത് ഒരു ഇറ്റാലിയൻ ക്വിസീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പം നമ്മൾ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ അനിയനാണെങ്കിൽ അതിൻ്റെ ഹാഫ് ഇട്ടാലും മതി. ഇവിടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അനിയൻ വളരെ ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണമാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതല്ലെങ്കിൽ ഇതിന് പകരം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ഇടാം. ഇടുമ്പോഴത്തേക്കിനും അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് പീസായിട്ട് 4 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യുമല്ലോ, ആ രീതിയിൽ ഇട്ടിട്ട് അതും ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിനും ഇത് രണ്ടും കൂടി എടുത്ത് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇടാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് വെജിറ്റബിൾസ് എങ്കിൽ ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം മാത്രം ആഡ് ചെയ്തേ ഉള്ളൂ. ഇനി അത് മാറ്റിയതിന് ശേഷം ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺസ് ആണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇടുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഈ മൈദ ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ആ സ്പൂൺ നിറഞ്ഞു വരുന്ന അത്രയും തന്നെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഈ ബട്ടറിൽ കിടന്ന് റോസ്റ്റ് ആവട്ടെ. അതിൻ്റെ കളറൊന്ന് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് ആവും. അങ്ങനെ ആയതിനു ശേഷം മാത്രം, അതായത് ലംസ് ഒന്നും ഇല്ലാതെ അത് നല്ലതുപോലെ ഇങ്ങനെ ഒരു സ്മൂത്ത് പേസ്റ്റ് പോലെയും ആകും. കളറും നല്ലതുപോലെ ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് 4 കപ്പ് പാലാണ്. അപ്പോൾ ഈ പാല് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ വളരെ സ്ലോലി ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇളക്കിക്കൊണ്ടും കൂടെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ റോസ്റ്റ് ആയിട്ടുള്ള ഈ മൈദ അതിൽ കിടന്ന് കട്ട പിടിക്കാതെയൊക്കെ വരണമല്ലോ. അതിനാണ് നമ്മളിങ്ങനെ സ്ലോലി ആഡ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പാസ്റ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വൈറ്റ് സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നതും ടേസ്റ്റ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലംസ് ഇല്ലാതെ നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇനി അത് കഴിയുമ്പോഴത്തേക്കിനും, അതായത് ഇതിങ്ങനെ നല്ലതുപോലെ ഒന്ന് കുറുകിയൊക്കെ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒരു 1 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. അതേപോലെ തന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. പെപ്പർ പൗഡറും ഒരു 1 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്താലും മതി. ഒരുപാടാണെങ്കിൽ കുട്ടികൾക്ക് അതൊരു എരിവായിരിക്കും. ഇനി അത്രയും കൂടി എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 1.5 ടീസ്പൂണൊക്കെ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും. എന്നിട്ട് ഇതും ആയിട്ട് നല്ലതുപോലെ മിക്സ് ആവട്ടെ. ഈ ഒരു സമയമായപ്പോഴത്തേക്കിനും കാണാൻ പറ്റും ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ പാല് ഒഴിച്ചപ്പോഴത്തേക്കിനുള്ള ആ ഒരു കൺസിസ്റ്റൻസി അല്ല ഉള്ളത്. ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകി ഒരു പേസ്റ്റ് പരുവത്തിൽ വരുന്നുണ്ട്. ഇനി ആ ഒരു ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഒറിഗാനോ, തൈം അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മളൊരു ഇറ്റാലിയൻ ക്വിസീൻസ് ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച്
പാസ്ത ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ആഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒറിഗാനോയും നമുക്കൊരു ചെറിയ ബോട്ടിലായിട്ട് ഷോപ്സിലൊക്കെ തന്നെ ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും. അപ്പം അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വല്ലതും സമയമായപ്പോഴത്തേക്കിനും സോസ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് വഴച്ചിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അനിയനും പിന്നെ അതേപോലെ ക്യാപ്സിക്കവും കൂടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ സോൾട്ട് നോക്കണം കേട്ടോ. സോൾട്ട് നമ്മുടെ ഒരു പരുവത്തിനായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള പാസ്ത ഇൻ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇതിപ്പം പെട്ടെന്നൊരു മീൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളിതിൽ വാങ്ങുമ്പോഴത്തേക്കിനും വീറ്റ് പാസ്ത തന്നെ വാങ്ങിയാലും മതി. സെമോളിന പാസ്റ്റയൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടമാവുന്ന ഒന്നായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കുക. അടുത്ത മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ഇത് ഹെൽപ്ഫുൾ ആകും തോന്നുന്ന ആളുകൾക്ക് കേട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ.